കഴിക്കുന്ന ഓർഡർ ഒന്ന് ശരിയാക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഒരു റിഗ്രറ്റും കൂടാതെ കഴിക്കാം. So let me show you how it's done. I start my day with a cup of green tea. There are also other antioxidant food that you can start your day with. ആ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. പലതരം വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, A, B, C, D, E. ചില വൈറ്റമിൻസ് ഫുഡിൻ്റെ കൂടെയും ചില വൈറ്റമിൻസ് വെള്ളത്തിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രമേ നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് റാൻഡംലി സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ട്രൈ കൺസൾട്ടിങ് എ ഡോക്ടർ ആൻഡ് മേക്ക് ഷുവർ യു ഡൂയിങ് ഇറ്റ് ദ റൈറ്റ് വേ സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ഫോർ യുവർ ബോഡി ടു അബ്സോർബ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണതാണ് കേട്ടോ. കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ബിഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് എങ്ങനെ കഴിക്കാണ്ടിരിക്കുക? അതുകൊണ്ട് ചെറിയ ചെറിയ ബോട്ടിൽസിൽ നമ്മൾ ടേബിളിൽ തന്നെ വെച്ചിരിക്കുകയാണ്, മറക്കാണ്ടിരിക്കാൻ കേട്ടോ. ഫൈനലി ഹിയർ ബിഗിൻസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കൊറോണ സമയത്ത് മനസ്സിൽ കയറിയ ഒരു ഐറ്റമാണ് ചിയ പുഡിംഗ്. ഇതിപ്പോൾ പുഡിംഗ് ആവണമെങ്കിൽ കുറച്ച് അധികം നേരം സോക്ക് ചെയ്യണം കേട്ടോ. പക്ഷെ അതിനുള്ള ക്ഷമയില്ലാത്ത കാരണം ഏതെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ട് ഇട്ട് ഞാൻ കഴിക്കും. ബാക്കി വരുന്ന ചിയ പുഡിംഗ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും ഫോർ മൈ ഡിന്നർ. കറക്റ്റ് ഓർഡർ ടു ഹാവ് യുവർ ഫുഡ് ഇസ് ഓൾവേസ് സ്റ്റാർട്ട് എ മീൽ വിത്ത് ഫൈബർ റിച്ച് ഫുഡ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്ലാക്സ് സീഡ്സ് ആൻഡ് എക്സെട്ര. ആൻഡ് ദെൻ കംസ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. അതിൽ പെടുന്നതാണ് എഗ്, ചിക്കൻ ആൻഡ് പൾസസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കാർബ്സ്. ഇന്ന് പുട്ടായിരുന്നു കേട്ടോ. പുട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്കൂബിക്കുട്ടിന് ഇട്ട് കൊടുത്തു. ദോശയ്ക്കാണെങ്കിൽ ഞാനൊരു 5-6 വരെ പോയേനെ. ചോറിൻ്റെ എമൗണ്ട് കുറച്ച് ഈ കാണുന്ന എമൗണ്ടിലേക്ക് എത്താൻ എനിക്ക് കുറേ കൊല്ലെടുത്തു. നേരത്തെ പറഞ്ഞ ഓർഡറിൽ കഴിക്കാൻ ഞാൻ എപ്പോഴും മറക്കും. പ്രത്യേകിച്ച് ചോറ് കണ്ടാൽ എൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് ആദ്യം വെജീസും ഫിഷും അങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ചോറ് കഴിക്കുക. ഇത് കാണുമ്പോൾ വീട്ടുകാരെന്നോട് ചോദിക്കും, നിനക്ക് വിശക്കണമൊന്നുമില്ലേന്ന്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത്ര കഴിക്കുമ്പോൾ തന്നെ ഞാൻ ഫുള്ളാവാറുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും എനിക്ക് വിശക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും കറിയും ഉപ്പേരിയും ഫിഷും ഒക്കെ ഇടും. ചോറിൽ മാത്രമേ ഞാൻ ലിമിറ്റ് വെക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീൽസിൻ്റെ ഇടയിൽ വരുന്ന നമുക്ക് ആ ഒരു സ്നാക്ക് ക്രേവിങ്ങിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ദ ബെസ്റ്റ് പാർട്ട് ഇസ് യു ക്യാൻ ഹാവ് ഇറ്റ് ഓൺ ഡെയിലി ബേസിസ്. അച്ഛൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യണത്. പിന്നെ ആമസോണിൽ കിട്ടുന്ന പറഞ്ഞപ്പോൾ സ്ഥിരം റീസ്റ്റോക്കിംഗ് ആയി പരിപാടി. ഒരു മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. എനിവേസ് ഐ ഷെയർ ദ ലിങ്ക് ബിലോ. യൂഷ്വലി ഐ ട്രൈ ടു ഹാവ് മൈ ഡിന്നർ at 7 PM. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ഡിസ്റ്റർബ്സ് മൈ സ്ലീപ്പ്.